ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഖിൽ മാരാർ ബിഗ് ബോസിനെതിരെ കുറെ കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. ബിഗ് ബോസിനെതിരെ അല്ല, ബിഗ് ബോസിനുള്ളിൽ നടക്കുന്ന ചില തെമ്മാടിത്തരത്തിനെതിരെ അഖിൽ മാരാർ കുറെ വീഡിയോ ഇട്ടിരുന്നു. കാരണം അവിടെയുള്ള ചില ആൾക്കാര് പൈസ മേടിച്ചിട്ടും അതോടൊപ്പം തന്നെ സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വീഡിയോ ഇട്ടിരുന്നു. അത് വളരെ കൃത്യമായ രീതിയിൽ തെളിവ് സഹിതം കുറെ പേര് വന്ന് പറയുകയുണ്ടായി, അവർക്കും ഇതുപോലത്തെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അതെല്ലാം വളരെ കൃത്യമായിട്ട് വീഡിയോ സഹിതം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എന്നാൽ ഇപ്പോൾ അഖിൽ മാരാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ശോഭ വിശ്വനാഥ്. അതാണ് ഇപ്പോൾ അഖിൽ മാരാരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ആ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവർത്തിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റം എന്തെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഒരു സ്ത്രീ പരാതി കൊടുത്താൽ CRPC സെക്ഷൻ 153 പ്രകാരം കേസെടുക്കണം. അതുകൊണ്ട് കേസെടുത്തു എന്നാണ് അവർ പറയുന്നത്. എനിക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു. ഞാൻ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞ് നാളിതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് കയർത്തു പോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ. ശോഭയ്ക്കെതിരെ ധന്യരാമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പ് എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. അത് ശോഭയുടെ പേരും ഫോട്ടോയും വെച്ച് അതിനെതിരെ ഒരക്ഷരം മിണ്ടാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല. കാരണം ധന്യരാമന്റെ കയ്യിൽ തെളിവുണ്ട് എന്നതാകാം കാരണം. അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ്, പാവങ്ങളുടെ പേരിൽ ബിസിനസ് എന്നൊക്കെ ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. ശോഭ അങ്ങനെ ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ ധന്യരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ്. സീസൺ 5 ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുമുള്ള ബുദ്ധിമുട്ട് ഉണ്ടായതായി എനിക്ക് അറിയില്ല. എന്നാൽ കൈക്കൂലി കൊടുത്ത്, അതായത് കിട്ടുന്നതിന്റെ പകുതി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ട് എന്നാണ് പറഞ്ഞത്. 3 പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച് രംഗത്തു വന്നു. മറ്റു മത്സരാർത്ഥികളും ശ്രീലക്ഷ്മി അറയ്ക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരിവെച്ചു. ഒരമ്മ തന്റെ മകൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റു മത്സരാർത്ഥികളുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു. വിഷയത്തിൽ നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാത്ത ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ടും 4 സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവർക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തു എന്ന പകയാണ് കൊണ്ടു നടക്കുന്നത്. ഇതല്ല, ഇതിനപ്പുറവും നാളെ എനിക്കെതിരെ ഇവർ ചെയ്യും. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഈ പോസ്റ്റ് ചെയ്യുന്നു. ഇവരെ പോലെയുള്ള ഇത്തരം പ്രവൃത്തി കാരണം നാളെയിൽ അർഹതയുള്ള നീതി ലഭിക്കേണ്ട സ്ത്രീകളെ പോലും ജനം സംശയത്തോടെ കാണും. സ്ത്രീയും പുരുഷനും തുല്യരാണ്, പക്ഷേ സ്ത്രീ എന്തു പറഞ്ഞാലും ഞങ്ങൾ കേസെടുക്കും എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് അഖിൽ മാരാർ ഇപ്പൊ പങ്കുവച്ചിരിക്കുന്നത്. എന്തുവായാലും അഖിൽ മാരാർ ഈ സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച കാര്യത്തിന് അഖിൽ മാരാർക്കെതിരെ തന്നെ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് ശോഭയ്ക്ക് എന്തോ പങ്കുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഇതിനുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരും. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും